നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ രാമേട്ടനോട് ചോദിച്ചു, സാറ് കഴിച്ചോ രാമേട്ടാ? കഴിച്ചു മോളെ. കുഞ്ഞിന് എവിടെ പോകണമെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് പോയി, രാമേട്ടൻ പറഞ്ഞു. അഞ്ജലി മാഡത്തിൻ്റെ കൂടെയാണോ സാറ് പോയത്? ഗൗരി ചോദിച്ചു. രാമേട്ടൻ ഗൗരിയെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല, ആ കൊച്ച് ഇവിടേക്ക് വെറുതെ വന്നതായിരുന്നു. കുഞ്ഞ് പുറത്തു പോയതുകൊണ്ട് തിരികെ പോയി. അഞ്ജലി മാഡം എപ്പോഴും ഇവിടെ വരാറുണ്ടോ? ഗൗരി ചോദിച്ചു. അങ്ങനെ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. കുഞ്ഞിൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതായിരുന്നു ആ കൊച്ച്. ആ പരിചയം വെച്ച് വരുന്നതാ, രാമേട്ടൻ പറഞ്ഞു. ആ സമയത്ത് രാമേട്ടൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. രാമേട്ടൻ ചെന്ന് അതെടുത്തു നോക്കി ഗൗരിയോട് പറഞ്ഞു, കുഞ്ഞാ. അഞ്ജലി പോയോ രാമേട്ട? രാമേട്ടൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ദേവൻ ചോദിച്ചു. പോയി കുഞ്ഞേ, രാമേട്ടൻ പറഞ്ഞു. ഗൗരി കഴിക്കാൻ വിളിച്ചില്ലേ? ദേവൻ ചോദിച്ചു. കഴിച്ചോണ്ടിരിക്കുക, രാമേട്ടൻ പറഞ്ഞു. ശരിയെന്നാ എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. അവർ കഴിച്ചെഴുന്നേറ്റ് അവിടെയുള്ള ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഭാനുവിൻ്റെ റൂം വൃത്തിയാക്കാൻ കയറി വൃത്തിയാക്കി ഇറങ്ങിയതിന് ശേഷം ഗൗരി രാമേട്ടനോട് ചോദിച്ചു, ആ റൂമിലധികം പൊടിയൊന്നും ഇല്ലല്ലോ? ബാത്റൂമും ദിവസം ഉപയോഗിക്കുന്നത് പോലെ ഉണ്ട്. അതിപ്പോൾ ആ കൊച്ച് അതിൽ പോയിരുന്നു. പിന്നെ ഇവിടെ രാത്രിയിൽ ആരെങ്കിലും താമസിക്കാൻ വരികയാണെങ്കിൽ ആ മുറിയെ കൊടുക്കാറ്. അതുകൊണ്ട് അതെപ്പോഴും വൃത്തിയാക്കിയിടും. ഇവിടെ രാത്രിയിൽ ആരാ താമസിക്കാൻ വരാറ്? ഗൗരി ചോദിച്ചു. ചിലപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ കൂട്ടുകാരാരെങ്കിലും വരാറുണ്ട്, രാമേട്ടൻ പറഞ്ഞു. പിന്നീട് ഗൗരി ഒന്നും ചോദിക്കാൻ നിന്നില്ല. ഉച്ചയ്ക്ക് ഗൗരി കാണാതെ രാമേട്ടൻ ടിഫിൻ കാരിയറിൽ ഭാനുവിനുള്ള ചോറും കറികളും കൊണ്ടുപോയി കൊടുത്തു. അവിടെയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഗൗരി രാമേട്ടനോട് പറഞ്ഞു, സ്റ്റോർ റൂമിൽ ഒരുപാട് പൊടിയും മാറാലും ഉണ്ട് രാമേട്ട, അത് പിന്നെ ചെയ്യാം. പിന്നെ മതി മോളെ, ഇതൊന്നും മോള് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ എനിക്ക് വയ്ക്കും പോലെ ചെയ്യുമായിരുന്നു, രാമേട്ടൻ പറഞ്ഞു. ഞാനിവിടെ ഉള്ളപ്പോൾ രാമേട്ടനെ കൊണ്ട് ഇത്രയും ജോലികൾ ചെയ്യിക്കേ? അതെനിക്ക് കഴിയില്ല, ഗൗരി പറഞ്ഞു. ആ സമയത്ത് ഒരു കോളിംഗ് ബെൽ കേട്ടു. കുഞ്ഞായിരിക്കും, ഞാൻ പോയി വാതിൽ തുറന്നു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടുന്ന് ഡോറിനടുത്തേക്ക് പോയി. രാമേട്ടൻ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അകത്ത് കയറിയ ദേവനോട് രാമേട്ടൻ ചോദിച്ചു, എന്തെങ്കിലും കുടിക്കാൻ വേണോ കുഞ്ഞേ? ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ ഒന്നാലോചിച്ച് അവിടെ നിന്ന് രാമേട്ടനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ജ്യൂസ് എടുത്തേക്ക്. എന്നിട്ട് അവൻ റൂമിലേക്ക് പോയി. ഗൗരി ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് അതൊരു ഗ്ലാസ്സിലേക്ക് എടുത്തു കൊടുത്തു. രാമേട്ടൻ അതുമായി ദേവൻ്റെ റൂമിലേക്ക് പോയി. അവൻ രാമേട്ടൻ കൊണ്ടുവരുന്ന ജ്യൂസിനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിച്ച് നന്നായി ആസ്വദിച്ച് ദേവൻ അങ്ങനെ നിൽക്കുമ്പോൾ രാമേട്ടൻ പറഞ്ഞു, കുഞ്ഞേ, ഇന്ന് രാവിലെ ആ കൊച്ച് എൻ്റെ ഫോണിൽ നിന്ന് എന്തൊക്കെയോ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ നമ്പർ ഇതിലില്ലേന്നും ചോദിച്ചു. ഓ, അപ്പോൾ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നത് അവളായിരുന്നല്ലേ? നമ്പർ തിരിച്ചറിഞ്ഞാലോ എന്ന് കരുതി മറ്റാരുടെയോ നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, ദേവൻ ഓർത്തു. ഞാൻ നോക്കിക്കോളാം രാമേട്ടാ, ദേവൻ പറഞ്ഞു. രാമേട്ടൻ അവിടുന്ന് പോയപ്പോൾ ദേവൻ ഡോറടച്ച് ആ ജ്യൂസ് ഗ്ലാസുമായി ചെന്ന് ബെഡിലിരുന്നു. എന്നിട്ട് ആ പ്ലാന്റ് നോക്കി അവൻ പറഞ്ഞു, രാമേട്ടൻ ഒരു പണി ചെയ്യാൻ തുടങ്ങിയാൽ അത് നീ വാങ്ങി ചെയ്യുമെന്ന് എനിക്കറിയാം. നിന്റെ പ്രസൻസ് എനിക്ക് ഈ ജ്യൂസിലൂടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. തെറ്റാണ് ചെയ്യരുതെന്ന് ബുദ്ധി എത്ര വിലക്കിയിട്ടും എൻ്റെ മനസ്സത് കേൾക്കുന്നില്ല. അവൻ ജ്യൂസ് കുടിച്ചു തീർത്ത് ഗ്ലാസ് ടേബിളിന് മുകളിൽ വെച്ച് അവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോന്നു. ലിവിംഗ് റൂമിൽ ചെന്ന് TV ഓൺ ചെയ്ത് അവിടെയുള്ള സെറ്റിയിലിരുന്നു. അവൻ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ ശ്രദ്ധിക്കാതെ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരമായും ഗൗരിയെ അവിടെയൊന്നും കാണാത്തതുകൊണ്ട് അവൻ ഓരോന്ന് ആലോചിച്ച് കണ്ണിമ വെട്ടാതെ TV-യിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗൗരി അകത്തു നിന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, അയ്യേ, ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടില്ലേ എന്ന് ഗൗരി പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് പരിസരബോധത്തിലേക്ക് വന്ന് TV-യിലേക്ക് നോക്കി. അശ്ലീല വീഡിയോ TV-യിൽ കണ്ട് അവൻ പറഞ്ഞു, അയ്യേ, ഞാൻ ഇതല്ല കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന റിമോട്ട് കൊണ്ട് TV ഓഫ് ചെയ്തു. കണ്ണിമ വെട്ടാതെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് അതല്ല കണ്ടുകൊണ്ടിരുന്നതെന്നോ? നാണല്ലേ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് ഇതുപോലത്തെ വീഡിയോ കാണാൻ? ഏതു നേരവും റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത് ഇതിനായിരുന്നല്ലേ? ഗൗരി ചോദിച്ചു. നോക്ക്, ഞാൻ അതല്ല കണ്ടുകൊണ്ടിരുന്നത് തീർന്നപ്പോൾ തനിയെ കയറി വന്നതാ. ഞാനത് ശ്രദ്ധിച്ചില്ല, മറ്റെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞു. അതുപോലത്തെ വീഡിയോ ആയിരിക്കും നിങ്ങൾ എപ്പോഴും കാണാറ്, അതുകൊണ്ടാണല്ലോ അത് കയറി വന്നത്. നിങ്ങൾ ഏത് വീഡിയോ വേണമെങ്കിലും കണ്ടോ, എന്നാൽ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിരുന്ന് കണ്ടാൽ മതി.
ഇവിടെ നിങ്ങൾ മാത്രമല്ല ഉള്ളൂ, ഗൗരി പറഞ്ഞു. ദേഷ്യം കൊണ്ട് ദേവൻ പല്ല് കടിച്ച് കയ്യിലുണ്ടായിരുന്ന റിമോട്ട് ഞെരിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഗൗരി അവൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് പിടിച്ചു വാങ്ങി പറഞ്ഞു, റിമോട്ട് ഇവിടെത്താ. ദേഷ്യം കൊണ്ട് ഇത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കണ്ട. വല്ലപ്പോഴും രാമേട്ടൻ ഇവിടെ വന്നിരുന്ന് കാണാറുള്ളതാ, അതില്ലാതാക്കണ്ട. അവൻ ദേഷ്യത്തോടെ അവിടുന്ന് പോയി. റൂമിൽ ചെന്ന് ഡോറടച്ച് കൈ കുടഞ്ഞുകൊണ്ട് അവൻ ചിന്തിച്ചു, എങ്ങനെ അത് കയറി വന്നു? അവൾ എന്നെക്കുറിച്ച് എന്ത് കരുതി കാണും? നാണക്കേട്. ഇവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സ് അവളുടെ പ്രസൻസ് വല്ലാതെ ആഗ്രഹിക്കുന്നു. അതിന് മാത്രമുള്ള എന്ത് പ്രത്യേകതയാണ് അവൾക്കുള്ളത്? അവളുടെ സൗന്ദര്യം അതെന്നെ ആകർഷിക്കുന്നില്ല. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഏതോ ഒരു മാന്ത്രികത അവളുടെ ചലനങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊരു പക്ഷേ അവളുടെ ചിരിയിലോ സംസാരത്തിലോ അല്ലായിരിക്കും, മറിച്ച് അവൾ അരികിലുള്ളപ്പോൾ എൻ്റെ ലോകത്തിന് കൈവരുന്ന ഒരു പൂർണ്ണതയിലായിരിക്കും. പ്രണയം എന്നതിലുപരി ഇതൊരു തിരിച്ചറിവാണ്. എൻ്റെ മനസ്സ് ശാന്തമാകാൻ അവളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന തിരിച്ചറിവ്. അവളെ കൈവിട്ട് കളയാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഓരോ നിമിഷവും അവളിലേക്ക് അടുക്കാൻ എൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നു. അവളുടെ രൂപമല്ല, ആത്മാവിൻ്റെ സ്പന്ദന എന്നെ അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ഒന്നിച്ചല്ല താമസിക്കുന്നതെങ്കിലും ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. അത് തുറന്നു പറയാതെ അവളുമായി അടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്നറിയാം. ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു, അവളുടെ സമ്മതമില്ലാതെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാം തുറന്നു പറയുന്നത് എങ്ങനെ? അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൾ ഇവിടുന്ന് പോയാലോ? അവൻ ഒരു അസ്വസ്ഥതയോടെ കണ്ണുകളടച്ച് ബെഡിൽ ചാരിയിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ അവൻ ചിന്തിച്ചു, എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ചെല്ലാതിരുന്നാൽ രാമേട്ടൻ ഇപ്പോൾ ഇവിടേക്ക് വരും. ചമ്മലുണ്ടായിരുന്നെങ്കിലും അവൻ അവിടേക്ക് ചെന്നു. കൈ കഴുകി ഡൈനിങ് ടേബിളിനരികിലിരിക്കുമ്പോൾ ഗൗരി കഴിക്കാനുള്ളതെടുത്ത് കൊണ്ടുവന്ന് അവനെ ശ്രദ്ധിക്കാതെ ടേബിളിന് മുകളിൽ വെച്ചു. രാമേട്ടൻ പ്ലേറ്റും വെള്ളവും എടുത്തു കൊണ്ടുവന്നു. കഴിക്കാൻ വിളമ്പിക്കൊടുക്കുമ്പോഴും ഗൗരി അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒളിക്കണ്ണിട്ട് അവളെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവൾ അവനെ ശ്രദ്ധിക്കാതിരുന്ന് കഴിച്ചെഴുന്നേറ്റു. ദേവൻ കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകിയ ശേഷം ലിവിംഗ് റൂമിൽ ചെന്ന് സെറ്റിയിലിരുന്ന് TV ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ വെച്ചു. കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ് ഗൗരി റൂമിലേക്ക് പോയി. ഭാനുവിന് കഴിക്കാനുള്ളത് കൊടുക്കേണ്ടതുകൊണ്ട് രാമേട്ടൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി കുറച്ചു നേരം നിന്നു. പിന്നീട് ദേവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, കുഞ്ഞേ, കിടക്കുകയില്ലേ? അവൻ അപ്പോൾ സമയം എത്രയായി എന്ന് നോക്കിയ ശേഷം രാമേട്ടനോട് പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കിടക്കുന്നുള്ളൂ, രാമേട്ടൻ കിടന്നോ? മനസ്സില്ല മനസ്സോടെ രാമേട്ടൻ അവിടുന്ന് റൂമിലേക്ക് പോയി. ആ സമയത്ത് രവിയുടെ കോൾ ദേവന് വന്നു. ദേവൻ കോൾ അറ്റൻഡ് ചെയ്ത് എന്തടാ എന്ന് ചോദിച്ചു. സാർ കിടന്നോ? രവി ചോദിച്ചു. ഇല്ല, നിന്റെ അവിടുത്തെ കാര്യങ്ങൾ എന്തായി? ദേവൻ ചോദിച്ചു. ഇന്നലെ ഇന്നും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടും എവിടെ എത്തിയിട്ടില്ല. എന്തൊക്കെ ആർക്കൊക്കെ വേണമെന്ന തർക്കത്തിലാ. സാറിൻ്റെ അച്ഛൻ ചെയ്തതുപോലെ മരിക്കുന്നതിന് മുൻപ് മക്കൾക്ക് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഈ തർക്കത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. മരിക്കുന്നത് വരെ ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം കൈക്കലാക്കി വയ്ക്കും. അത് കഴിഞ്ഞാൽ മക്കൾ സ്വത്തിനു വേണ്ടി അടികൂടുന്നത് അവരറിയുന്നുണ്ടോ? രവി പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് എല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ നോക്കുമെന്ന് എന്താടാ ഉറപ്പുള്ളത്? എൻ്റെ അച്ഛൻ മരണം മുന്നിൽ കണ്ടതുകൊണ്ടാ മക്കൾക്ക് എഴുതി വച്ചത്. സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി ഭർത്താവിനെയും മക്കളെയും പോലെ ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കുന്ന സ്ത്രീകൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് എല്ലാ മക്കളുടെ പേരിൽ നേരത്തെ എഴുതി വയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവില്ല, ദേവൻ പറഞ്ഞു. മകൻ്റെ സംസാരം റൂമിനുള്ളിൽ നിന്ന് ഡോർ കുറച്ച് തുറന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഭാനു. അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. അവൾ കരഞ്ഞുകൊണ്ട് ഡോറടച്ച് കട്ടിലിൽ ചെന്നിരുന്നു. സാർ, വേണ്ട, വെറുതെ അതൊക്കെ ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇന്ന് ഗൗരിയുമായി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? രവി വിഷയം മാറ്റി ചോദിച്ചു. ഞാൻ എപ്പോഴും അവളുമായി പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുകയാണെന്നാണോ നീ വിചാരിക്കുന്നത്? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. സാറല്ല, അവള് സാറിനോട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? രവി ചോദിച്ചു. ദേവൻ എന്തോ മനസ്സിലോർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല. അവൾ എന്തെങ്കിലും പറഞ്ഞു വന്നാലും വഴക്കുണ്ടാക്കണ്ട സാർ, അവൾ ഒരു പാവാ, രവി പറഞ്ഞു. നീ നിർത്ത്, എനിക്ക് ഉറക്കം വരുന്നു, ദേവൻ പറഞ്ഞു. അവളെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ സാറിന് ഇഷ്ടപ്പെടില്ലല്ലോ. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് രവി കോൾ കട്ട് ചെയ്തു. ദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് TV ഓഫ് ചെയ്ത് ഗൗരിയുടെ റൂമിൻ്റെ ഡോറിലേക്കൊന്ന് നോക്കി എന്തോ ആലോചിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കുറച്ചു നേരം നിന്നു. എന്നിട്ട് ചെന്ന് ആ ഡോറിൽ മുട്ടി.